ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള എൻ്റെ ഒരു പുതിയ വീഡിയോയാണ്. ഐ മീൻ 2020 തന്നെ ഈ ചാനലിലെ ഫസ്റ്റ് വീഡിയോ. സോ ദിസ് ഈസ് റോഡ് റണ്ണർ ആൻഡ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ ചേഞ്ചിങ് ആണ്. അപ്പോൾ ഇതിൽ പേരത്തൊക്കെ എഴുതിയിരിക്കുന്നുണ്ട് ഹൈ പവർ എയർ ക്ലീൻസർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ എയർ ഫിൽറ്റർ ഞാൻ തുറന്ന് കാണിച്ചുതരാം. ഈ എയർ ഫിൽറ്റർ ഞാൻ എൻ്റെ സ്കൂട്ടറിൽ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരെണ്ണം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി, അതായിരിക്കും കറക്റ്റ്. അപ്പോൾ ഞാൻ അത് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതൊരു ഒരുപാടായി, നല്ല പൊടിയൊക്കെ കയറി ഒരു പരുവമായി. അതുകൊണ്ട് പുതിയ ഇരാന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഈ വീഡിയോ താമസിച്ച് എന്താണെന്ന് വെച്ചാൽ ഈ സാധനം വരാൻ 1 മാസം എടുത്തു ആമസോണിൽ നിന്ന്. കാരണം അവർ കണ്ടെയ്ൻമെൻറ്റ് സോണിലായിപ്പോയി അവരുടെ ഡെലിവറി സെൻറ്റർ. അത് കാരണം അവിടെ അടവായിരുന്നു. ഇപ്പോൾ ഇത് കിട്ടിയത് എനിക്ക് ഓഗസ്റ്റ് 15-നാണ് എനിക്കിത് കിട്ടിയത്. ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു കൊണ്ട് തരുവാണ് ചെയ്തത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു വീഡിയോ, കഴിഞ്ഞ മാസം ഇത് വീഡിയോ വരാനുള്ളതാണ്, കുറച്ച് ലേറ്റായി. കുറച്ചല്ല, ലാസ്റ്റ് വീഡിയോ അപേക്ഷിച്ച് ഇത് എനിക്ക് തോന്നുന്നു 2020 ഫസ്റ്റ് വീഡിയോ ആണെന്ന് തോന്നുന്നത്. എനിവേ, ഇതാണ് ഞാൻ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. പെർഫോമൻസ് ബൂസ്റ്റ് ചെറുതായിട്ടുണ്ടാവുമെന്നാണ് വിശ്വാസം. കാരണം എനിക്ക് അങ്ങനെയാണ് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. പിന്നെ സൗണ്ട് കിടിലാണ് കേട്ടോ. ഹൈ റെവ്സിലൊക്കെ കിട്ടുന്ന സൗണ്ടാണ് ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ വരുന്നത്. സോ ഐ ലവ് ഇറ്റ്. അപ്പോൾ ഹൈ പെർഫോമൻസ് എയർ ക്ലീൻസർ ഫ്രം ആമസോൺ. ബോക്സൊക്കെ ചളിഞ്ഞിരിക്കുകയാണ്, കുഴപ്പമില്ല, കുറേ നാളായതുകൊണ്ടായിരിക്കും. സോ ഗൈസ്, വിത്തൗട്ട് വേസ്റ്റിംഗ് എ സിംഗിൾ ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ പൊതുവേ എല്ലാവരും എയർ ഫിൽറ്റർ ഫിക്സ് ചെയ്യുന്നത് ഈ ബോക്സിൻ്റെ അകത്താണ്. കാരണം കമ്പനിയിൽ നിന്ന് ഈ ബോക്സിൻ്റെ അകത്താണ് എയർ ഫിൽറ്റർ വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യുമ്പോൾ പ്രശ്നം വെച്ചാൽ അത് നമുക്കത് മുറുക്കി വയ്ക്കാൻ പറ്റത്തില്ല. അത് ലൂസായിട്ടായിരിക്കും ഇരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റി വയ്ക്കത്തേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം. എൻ്റെ എയർ ഫിൽറ്റർ ഇരിക്കുന്നത് ഡയറക്റ്റ് കാർബറേറ്ററിലാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ കാർബറേറ്ററിൽ തന്നെയാണ് എൻ്റെ പുതിയ എയർ ഫിൽറ്റർ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ ഇവിടെ കാണാവുന്ന 2 സ്ക്രൂ ഉണ്ട്. സ്റ്റാറാണ്, അല്ലെങ്കിൽ പ്ലസ് എന്ന് പറയാം. പിന്നെ 2 നട്ട്സ് ഉണ്ട്. പിന്നെ ഇവിടെ 2 നട്ടുണ്ട്. താഴെ 2 സ്ക്രൂ ഉണ്ട്, കാണാൻ പറ്റും. അതെല്ലാം സ്റ്റാർ തന്നെയാണ്. പിന്നെ ഈ സീറ്റിൻ്റെ താഴോട്ടായിട്ട് 2 സ്ക്രൂ കൂടെ ഉണ്ട്. അതുകൊണ്ട് എടുത്താൽ നമുക്ക് ഈ സീറ്റ് എടുത്ത് മാറ്റിയാൽ കാർബറേറ്റർ എക്സ്പോസ് ആവുന്നതാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൂൾ, അതായത് സ്പാനർ. ഇത് അഡ്ജസ്റ്റബിൾ സ്പാനറാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സൈസ് വന്നിട്ട് 9 ആണെന്ന് തോന്നുന്നു. എന്തായാലും എൻ്റെ കയ്യിൽ അഡ്ജസ്റ്റബിൾ സ്പാനറാണ് ഇരിക്കുന്നത്. ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഇവിടുത്തെ എല്ലാം നട്ട് ഊരി മാറ്റാം ഫസ്റ്റ്. എന്തായാലും ഞാനിപ്പോൾ 2x ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിരിക്കുകയാണ്. നട്ട് ഊരി മാറ്റുകയാണ് ഞാൻ. നിങ്ങൾക്ക് കാണാൻ പറ്റും, ലിഫ്റ്റ് ഡ്രൈവ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ആ മുകളിലായിട്ട്, അതായത് ലിഫ്റ്റ് ഡ്രൈവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു 2 സ്ക്രൂ കാണാം. അത് അപ്പുറത്തെ സൈഡിലുണ്ട്. ആ 2 സ്ക്രൂവും കൂടെ ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് സീറ്റ് ഊരാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ ആദ്യം സ്ക്രൂ കാണിച്ചപ്പോൾ കാണിക്കാൻ മറന്നുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. ആ 2 സ്ക്രൂവും കൂടെ ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ഞാൻ താഴത്തെ നട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ടാണ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തത്. ആ 2 സ്ക്രൂ എടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇവിടെ ഈ അഡ്ജസ്റ്റബിൾ സ്പാനർ കൊണ്ടുള്ള വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് സ്ക്രൂ ഡ്രൈവർ കൊണ്ടുള്ള പണിയാണ്. അപ്പോൾ ഇവിടുത്തെ 2 സ്ക്രൂ ഉണ്ട്, താഴെ 2 സ്ക്രൂ ഉണ്ട്, പിന്നെ ആ ലിഫ്റ്റ് ഡ്രൈവിൻ്റെ അവിടുത്തെ 2 സ്ക്രൂ. അപ്പോൾ സ്ക്രൂ ഊരുകയാണ് ഫാസ്റ്റ് ഫോർവേഡ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ആ ലെഫ്റ്റ് ഡ്രൈവിൻ്റെ അവിടുത്തെ സ്ക്രൂ ഊരുവാണ്. ആ സ്ക്രൂവും കൂടെ ഊരി മാറ്റിയാൽ മാത്രമേ നമുക്ക് സീറ്റ് മൊത്തത്തിൽ എടുത്ത് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ആ സ്ക്രൂ റിമൂവ് ചെയ്തു. ഇനി അപ്പുറത്തെ സൈഡിൽ സെയിം സ്പോട്ടിൽ ഒരു സ്ക്രൂവും കൂടെ ഉണ്ട്, അതുകൂടെ റിമൂവ് ചെയ്യണം. ഇപ്പോൾ നോക്കിക്കോ, സീറ്റ് ഈസി ആയിട്ട് ഊരി വരും. കണ്ടോ? ഇപ്പോൾ സീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അകത്ത് പണിയിലേക്ക് കിടക്കാം.
ആസ് യു ക്യാൻ സീ, ഞാൻ എൻ്റെ ഫിൽറ്റർ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇൻടേക്കിൽ ഡയറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. നല്ല ഹാർഡായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ കളർ കണ്ടാൽ ഇത് റെഡ് കളറായിരുന്നു ആദ്യം, ഇപ്പോൾ അത് ബ്രൗൺ ആയി. നമുക്ക് ഫസ്റ്റ് നമുക്കത് ഒരു മൈനസ് അല്ലെങ്കിൽ സ്റ്റാർ ഇട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന സ്ക്രൂ ആണ് എയർ ഫിൽറ്ററിൻ്റെത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ്. അപ്പോൾ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമുക്ക് നമ്മുടെ എയർ ഫിൽറ്റർ റിമൂവ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. ഇതാ കണ്ടില്ലേ, സിമ്പിൾ. ഒരുപാട് മണ്ണും പൊടിയൊക്കെ കയറി കളർ കണ്ടോ, തുരുമ്പുണ്ട്, മൊത്തം ചെളിയും കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ, മണ്ണ്, ഫുൾ മണ്ണാണ്. മണ്ണ് മാത്രമല്ല, പൊടിയുണ്ട്, തുരുമ്പുണ്ട്, റബ്ബറെല്ലാം ദ്രവിച്ചു തുടങ്ങി. ഇത് എൻ്റെ പഴയ എയർ ഫിൽറ്റർ, ഇത് എൻ്റെ പുതിയ എയർ ഫിൽറ്റർ. നമ്മളിവിടെ കളർ ഡിഫറൻസാണ് നോക്കുന്നത്. രണ്ടും സെയിം ആയിട്ടുള്ള പ്രൊഡക്റ്റായിരുന്നു. പുതിയതിൻ്റെ കളർ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, റെഡ് കളർ. ഈ സെയിം കളറായിരുന്നു ആ പഴയ എയർ ഫിൽറ്റർ. ഇപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് നോക്കിയേ, ഒന്ന് റെഡ്, ഒന്ന് ബ്രൗൺ. ബ്രൗൺ മീൻസ് ബ്ലാക്കിഷ് ബ്രൗൺ. ഫുള്ള് ഡേർട്ടി ആയി. കണ്ടില്ലേ, പൊടിയും കാര്യങ്ങളും. പോരാത്തതിന് അതിൻ്റെ ജോയിൻറ്റിലെ റബ്ബറൊക്കെ നോക്കിയോ, റബ്ബറെല്ലാം പൊട്ടിപ്പോവാറായി, ദ്രവിച്ചൊക്കെ പോവാറായി. നോക്കിയേ, ജോയിൻ്റ് കണ്ടോ, നല്ല യൂസ് ആയിട്ടുണ്ട് അത്. അത് ഫുള്ള് ടിയറായി, വെയർ ആൻഡ് ടിയേഴ്സ്. സോ ഇത് നമുക്ക് പുതിയത് ഫിക്സ് ചെയ്ത് നമ്മുടെ പുതിയ കിടിലം എയർ ഫിൽറ്റർ ഫിക്സ് ചെയ്തിട്ട് പൊളിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ എൻ്റെ ഇൻടേക്ക് ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുകയാണ്. ഇത് പഴയ എയർ ഫിൽറ്റർ. ഇത് ഒരിക്കലും ഇനി റീയൂസ് ചെയ്യാൻ പാടില്ല, മാറ്റി വയ്ക്കാം. നമുക്ക് നമ്മുടെ പുതിയ എയർ ഫിൽറ്റർ എടുത്തുകൊണ്ട് വരാം. കണ്ടില്ലേ, എൻ്റെ പുതിയ എയർ ഫിൽറ്റർ. നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എയർ ഫിൽറ്റർ ഫിക്സ് ചെയ്യാം. ഇത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ക്ലാമ്പ് കുറച്ചൊന്ന് ആ ബോഡിയുമായിട്ടൊന്ന്, മീൻസ് ആ റബ്ബർ ഔട്ടർ ഷെല്ലുമായിട്ടൊന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം കാർബറേറ്ററിൽ വെച്ച് ബാക്കി ടൈറ്റ് ചെയ്യും. ഞാൻ അതിൻ്റെ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടാണ് കാർബറേറ്ററിൽ വെച്ചിട്ട് ബാക്കി അവിടെ വെച്ച് ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. സോ ഞാനിപ്പോൾ എൻ്റെ എയർ ഫിൽറ്റർ ഫുള്ളി ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, നല്ല ഉറപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ എയർ ഫിൽറ്റർ ഫിക്സിങ് ഡൺ. ഇനി നമുക്ക് നമ്മുടെ പഴയ സീറ്റ്, നമ്മുടെ സീറ്റ് തിരിച്ച് ഫിക്സ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ച് വയ്ക്കാം. എല്ലാ നട്ടും അതേ സ്ഥാനത്ത്, എല്ലാ സ്ക്രൂവും അതേ സ്ഥാനത്ത് ഇട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ സീറ്റ് തിരിച്ച് വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ നട്ട്സും സ്ക്രൂസും എല്ലാം തിരിച്ച് അതേ സ്ഥാനത്ത് വയ്ക്കാം. അപ്പോൾ സ്ക്രൂസ് ഒന്നും മാറിപ്പോകരുത്, നട്ടും പ്ലേസ് ചെയ്യുന്ന സ്ഥലങ്ങൾ മാറിപ്പോകരുത്, എല്ലാം അതാത് സ്ഥലത്ത് തന്നെ വയ്ക്കണം. അതിന് റെക്കമെൻഡേഷൻ എന്ന് വെച്ചാൽ ഊരുന്ന നട്ട്സ് മാറ്റി പ്രത്യേകം വയ്ക്കേണ്ടതാണ്. സോ സ്ക്രൂസും നട്ട്സും എല്ലാം കറക്റ്റ് പ്ലേസ് ചെയ്യുക. ആദ്യം നമ്മൾ സ്ക്രൂ ആണ് പ്ലേസ് ചെയ്തത്. അടുത്തതായിട്ട് നമുക്ക് നട്ട് തിരിച്ച് വയ്ക്കാം. നട്ട്സ് എല്ലാം കറക്റ്റ് മുറുക്കി അതേ സ്ഥാനത്ത് വയ്ക്കണം. സോ ഗൈസ്, ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. അതായത് എയർ ഫിൽറ്റർ പിടിപ്പിച്ച് സെറ്റാക്കി എല്ലാം കിടിലാക്കി. നല്ല ലൈറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, കാരണം മഴക്കോളുണ്ട്, നല്ല മഴക്കോളുണ്ട്. ഇതാണ് പഴയ എയർ ഫിൽറ്റർ. ഇതിൻ്റെ കോലം കണ്ടാൽ മനസ്സിലാവും എത്രമാത്രമേ അതുകൊണ്ട് തുരുമ്പൊക്കെ എടുത്തു, എത്രമാത്രമേ വണ്ടി ഓടിയിട്ടുണ്ടെന്ന് ഇത് കണ്ടാൽ മനസ്സിലാവും. ഓ മൈ ഗോഡ്. ശരി, അപ്പോൾ നമ്മളെ വർക്ക് കഴിഞ്ഞു, മീൻസ് എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്തു. നമുക്ക് അതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം.
ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. വൈകാതെ തന്നെ അടുത്തൊരു വീഡിയോ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ഞാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷയും. എനിവേ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പ്ലീസ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കാര്യങ്ങളുമായിട്ട് കണ്ടൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മാത്രം മതി. ഇല്ല, എനിക്ക് ഒരുപാട് സജഷൻസ് കിട്ടിയിരുന്നു. അപ്പോൾ വളരെ ഉപകാരം. കാരണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആ ഒരു സജഷൻ ഒരു കമൻറ്റിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അതേപോലെ ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കമൻറ്റുകളും അതേപോലെ സജഷൻസും എല്ലാം നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. പോസ്റ്റ് യു കമൻറ്റ്സ് ഓൺ ദി കമൻറ്റ് സെക്ഷൻ ബിലോ. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക, ചെയ്യാം. കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് എനിക്ക് ഈ ഒരു കണ്ടൻറ്റ് കിട്ടിയത്. അത് ഫിൽറ്റർ മാറാൻ തോന്നിയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ഗുഡ് ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ. It's for fun. Signing off.